ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്ക്. അപ്പോൾ SBI ക്ലർക്കിൻ്റെയും NIACL അസിസ്റ്റൻറ്റിൻ്റെയും നോട്ടിഫിക്കേഷൻ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ആൻഡ് NIACLൻ്റെ ലാസ്റ്റ് ഡേറ്റ് 1st January വരെയാണുള്ളത്. അപ്പോൾ അതൊരു ഇൻഷുറൻസ് ബേസ്ഡ് എക്സാമാണ്. ഞാൻ ഇതുവരെ ഇൻഷുറൻസ് എക്സാംസ് ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. ആൻഡ് അതുകൊണ്ട് തന്നെ അത് എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. SBI ക്ലർക്ക് എന്താണെങ്കിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ദെൻ അതിൻ്റെ കൂടെ ഈ NIACL അത് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഐ തോട്ട് ഒരു ട്രൈ ചെയ്യാം. ഏതായാലും ബാങ്ക് എക്സാം പോലെ തന്നെ ഉള്ളതാണ്. സോ ജസ്റ്റ് ഒരു ട്രൈ ചെയ്യാം എന്ന് വെച്ചിട്ടാണ് NIACL ഞാൻ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ NIACL അപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോക്കും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഷുറൻസ് എക്സാംസും ബാങ്ക് എക്സാംസ് പോലെ തന്നെ സെയിം പാറ്റേൺ ആണ്. പ്രിലിംസ് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ്. പിന്നെ മെയിൻസ് വരുമ്പോഴാണ് അതിൽ RRBക്കൊക്കെ ഉള്ളതുപോലെ കമ്പ്യൂട്ടർ അവയർനെസ്സും കൂടെ എക്സ്ട്രാ ഒരു ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. വേക്കൻസീസ് കുറവായതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ല രീതിയിൽ ഹൈ ആവാനുള്ള ചാൻസസ് ഉണ്ട്. 90 എബവ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കട്ട് ഓഫ് പ്രിലിംസിൻ്റെ കേസിൽ. മെയിൻസിലും ഒരു 150 മാർക്സിന് എബവ് ആവാനുള്ള ചാൻസസ് ആണുള്ളത് പ്രീവിയസ് ട്രെൻഡ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ. സോ NIACL അപ്ലൈ ചെയ്യണം, ഇൻഷുറൻസ് എക്സാംസിനും ഒരു ട്രൈ ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരെല്ലാവരും എന്ത് ചെയ്യുക, ഈ എക്സാമും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നല്ല ബാങ്കിൻ്റെ പോലത്തെ തന്നെയുള്ള എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉള്ള എക്സാംസാണ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാവണമെന്ന് വെച്ചാൽ SBIയും NIACLും ഒരേപോലെ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. SBIക്ക് ചെയ്യുന്ന അതേ മോക്സും SBIക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രിപ്പറേഷൻസും ചെയ്യാം. പ്രിലിംസ് ലെവൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇനിയും ഓക്കെ 27th എക്സാം. സോ ഓൾമോസ്റ്റ് ഒരു 27 ഡേയ്സും കൂടെ ഉണ്ട് മുൻപിൽ. സോ അതുകൊണ്ട് തന്നെ പ്രിലിംസിൻ്റെ മോക്ക് ഡെയിലി ബേസിസിൽ ചെയ്യുക. ഇപ്പോൾ ഗൈഡ്ലിയുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരാണെങ്കിൽ അതിൽ NIACLൻ്റെ മോക്സ് അവൈലബിൾ ആയിരിക്കും. ആ മോക്സൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ദെൻ അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ ക്വാൺസ് അരിത്തമെറ്റിക് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം. അരിത്തമെറ്റിക് ഒക്കെ എന്ന് പറയുന്നത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പസിൽസ് ആണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഡുവബിൾ പസിൽസ് ആയിരിക്കും വരുന്നത്. ഇംഗ്ലീഷിൻ്റെ കേസിലാണെങ്കിൽ റീഡിങ് ഇമ്പ്രൂവ് ചെയ്യണം. റീഡിങ്ങിന് കൂടുതൽ ഫോക്കസ് ചെയ്താൽ തന്നെ ഗ്രാമർ റൂൾസും അതൊന്നും പഠിച്ചില്ല എങ്കിൽ പോലും ഇംഗ്ലീഷിന് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ബാങ്ക് എക്സാമിന് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനും പ്രിപ്പയർ ചെയ്താൽ മതിയാകും. ഇതിന് വേണ്ടിയിട്ടുള്ള ഫ്രീ PDFs ഒക്കെ SBIക്കും അതുപോലെ തന്നെ NIACLനും ഏതിനാണെങ്കിലുമുള്ള ഫ്രീ PDFs ഒക്കെ ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. സോ ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ ഞാൻ ഏകദേശം ഒരു 2 months അടുത്തായിട്ടുണ്ട് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ടല്ലാണ്ടാണ് ഇരിക്കുന്നത്. കുറേ ഫങ്ഷൻസും അങ്ങനെയൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ പഠിക്കുന്നതൊക്കെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 2 months കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു മോക്ക് ചെയ്ത് നോക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാവും. കൺസിസ്റ്റൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് പസിൽസൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും നല്ല ടൈം ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ക്വാഡ്രാറ്റിക് ആണെങ്കിലും ചെയ്യുമ്പോൾ ക്വാൺസ് ആണെങ്കിലും ചെയ്യുമ്പോൾ അതുപോലുള്ള ടൈം എടുക്കുന്നുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത്. നമ്മുടെ കൺസെപ്റ്റ് ക്ലാരിറ്റി അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രാക്ടീസ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ സ്പീഡ് ഇമ്പ്രൂവ് ആവുകയുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നത്. സോ എനിക്കും ഇനി അതാണ് ചെയ്യേണ്ടത്. കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം. കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിനി റീഗെയിൻ ചെയ്യണം. അതുപോലെ എല്ലാവരുടെയും കേസ് അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം വേറെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരാഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവരും ഇതുപോലെ കൺസിസ്റ്റൻ്റ് അല്ലാണ്ടായിരിക്കാം ഇരുന്നത്. സോ ഇനി വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല. ഈ വർഷത്തെ ലാസ്റ്റ് ഡേ ആണിന്ന്. ഇനി ഒരു 2025 ഉറപ്പായിട്ടും നല്ലൊരു മാറ്റം. 2025 എന്ന് പറയുന്നത് എൻ്റെ ഇയറാണ്, എനിക്ക് ജോബ് കിട്ടേണ്ട ഇയറാണ്. അങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയോട് കൂടി വേണം വർക്ക് ചെയ്യാൻ. അതല്ല എനിക്ക് കിട്ടിയില്ലല്ലോ ഇനി എനിക്ക് കിട്ടത്തില്ലായിരിക്കും, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്. എനിക്ക് കിട്ടും, ഇതെൻ്റെ ഇയറാണ്, ഞാൻ ജോബ് മേടിക്കും, അങ്ങനെയുള്ള ഒരു വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കി അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട ജോബിനെ കുറിച്ചൊക്കെ മാനിഫെസ്റ്റ് ചെയ്ത്
അങ്ങനെയൊക്കെ വേണം മുൻപോട്ട് പോകാൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.